നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനം ആര് ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. 43 കേന്ദ്രങ്ങൾ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ ദിവസം കോഴിക്കോട് ജില്ലയിൽ നിരോധനാജ്ഞ, പടക്ക വിൽപ്പനയും നിരോധിച്ചു. പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂമുകൾ തുറന്ന സംഭവത്തിൽ ചട്ടലംഘനമില്ല. വരണാധികാരികളെ മാറ്റില്ലെന്നും കളക്ടർ. ബിജെപിയും തൃണമൂലും കടുത്ത പോരാട്ടം നടന്ന ബംഗാളിൽ വിജയം ആർക്കൊപ്പമെന്നറിയാനുള്ള കാത്തിരിപ്പിൽ രാജ്യം. പശ്ചിമ ബംഗാളിൽ പരാതിയുയർന്ന 15 ബൂത്തുകളിൽ റീപോളിംഗ് അവസാനിച്ചു. ഇന്നും സംഘർഷം. വോട്ടെണ്ണൽ മേൽനോട്ടത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ചോദ്യം ചെയ്തുള്ള തൃണമൂലിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. ഫലം കാത്ത് തമിഴ്നാടും പുതുച്ചേരിയും അസമും. മണിമലയാർ ജലവൈദ്യുതി പദ്ധതി ഏറ്റെടുക്കാനുള്ള KECBയുടെ നീക്കം തടഞ്ഞ് വ്യവസായ വകുപ്പ്. ഏറ്റെടുക്കൽ നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറി. ഇന്നു മുതൽ വേനൽ മഴ ശക്തമാകും. എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഈ മണിക്കൂറുകളിൽ ഓറഞ്ച് അലേർട്ട്. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവിൽ ഹോട്ടലുകളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിൽ. ചെറിയ ഹോട്ടലുകൾ പൂട്ടേണ്ട അവസ്ഥയിൽ. കേന്ദ്രം ഇടപെട്ട് വില കുറയ്ക്കണമെന്ന് സംഘടനകൾ. ബുധനാഴ്ച കടയടച്ച് പ്രതിഷേധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്താൽ വില വർധനവ് ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 6ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരപീഡനം. കുട്ടിയെ തല കീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന ആരോപണം. പരാതി കൊല്ലം പുനലൂരിലെ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിനെതിരെ. വാർഡനും പാചകക്കാരനും പിടിയിൽ. എമർജൻസി അലർട്ട് സംവിധാനം പരീക്ഷിച്ച് ഇന്ത്യ. ഫോണിൽ സിം ഇല്ലെങ്കിൽ സന്ദേശം ലഭിക്കും. ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അതിവേഗം മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കൽ. T20 വനിതാ ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ നയിക്കും. അമൻജോത് കൗർ പുറത്ത്. ഭാരതി ഫുൾമാലി ടീമിൽ. റിച്ചയും എസ്തികയും വിക്കറ്റ് കീപ്പർമാർ. ഇംഗ്ലണ്ടിൽ നടക്കുന്ന മത്സരങ്ങൾ ജൂൺ 12 മുതൽ 14 പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആദ്യ മത്സരം. ജനവിധി അറിയാൻ 2 ദിവസം മാത്രം ബാക്കി. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടെ UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് LDF പ്രതീക്ഷ. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. വോട്ടെണ്ണൽ ദിവസം കോഴിക്കോട് ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. അതിരുവിട്ട ആഘോഷങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ പടക്കം വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു. applicable for everywhere. ഒരു unnecessary accumulation of people നമുക്കത് അലൗഡ് അല്ല. ഒരു പോലീസ് ഇന്റർവെൻറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് റൂമിൽ മാത്രമല്ല, മൊത്തം ആ ഏരിയയിൽ മൊത്തം ഡിസ്ട്രിക്റ്റിൽ 145 വിൽ ബി ആപ്ലിക്കബിൾ. അതെ എക്സ്ട്രാ ആൾ ഗ്യാദർ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചൊരു റെസ്ട്രിക്ഷൻ നമുക്കൊരു പോലീസ് ലോക്കൽ ലെവലിൽ ലൈസൻസ് ചെയ്തിട്ട്, ലോക്കൽ SHO ലെവലിൽ ലൈസൻസ് ചെയ്തിട്ട് നമുക്ക് അറിയിക്കാം. അതാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. പതിവ് പരിശോധനയുടെ ഭാഗമായാണ് കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത്. പേരാമ്പ്ര കൊയിലാണ്ടി വരണാധികാരികളെ മാറ്റില്ലെന്നും കളക്ടർ അറിയിച്ചു. ഒരു പ്രോസസ്, ഒരു നിയമത്തിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്, വേരിയേഷൻ ഉണ്ട്. വെദർ അവിടെ അകത്ത് വേണോ അകത്ത് വേണ്ട, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് നിയമമാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് അറിയിക്കാം അടുത്ത ഇലക്ഷനിലേക്ക്, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ആസ് ഓഫ് നൗ ദർ വാസ് നോ വയലേഷൻ ഇൻ ടേംസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ സ്ട്രോങ് റൂം നെക്സ്റ്റ് ടു ദ EVM സ്ട്രോങ് റൂം. അങ്ങനെ ഒരു വയലേഷൻ നമുക്ക് അല്ല. ഓഫ് കോഴ്സ് ഇന്നർ പെരിമീറ്റർ നമുക്ക് ക്രോസ് ചെയ്യേണ്ട ഒരു സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് പ്രൊസീജിയർ ഉണ്ട്. ഇന്നർ പെരിമീറ്റർ, ഔട്ടർ പെരിമീറ്റർ അത് ഫോളോ ചെയ്തിട്ട് നമുക്ക് സ്ട്രോങ് റൂം റെഡി ആക്കി. അത് പേരാമ്പ്ര ഞാനൊരു റിപ്പോർട്ടാക്കി. പിന്നെ കൊയിലാണ്ടി വിഷയത്തിൽ കൊയിലാണ്ടി ആരോൾ റിപ്പോർട്ട് ഞാൻ കളക്ട് ചെയ്തു. അതനുസരിച്ച് ഞാൻ CU ഫോർവേഡ്.
തന്നെയും പി കെ പ്രവീണിനെയും തമ്മിലടിപ്പിക്കാൻ പാർട്ടിയിൽ നിന്ന് ശ്രമമുണ്ടായെന്ന് കെ പി മോഹനൻ MLA. 1.5 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെ ചിലർ വന്നെന്നും മത്സരിക്കരുതെന്ന് പറഞ്ഞുവെന്നും കെ പി മോഹനൻ പറഞ്ഞു. പ്രവീണിനെ സ്ഥാനാർത്ഥിയായി അവർ ഉയർത്തിക്കാട്ടിയെന്നും കുടുംബത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് പ്രവീണിന്റെ പേര് തനിക്ക് പറയാൻ പറ്റില്ലായിരുന്നുവെന്നും കെ പി മോഹനൻ വ്യക്തമാക്കി. പാർട്ടിയുടെ കൗൺസിൽ യോഗം വിളിച്ച് കൗൺസിലിലെ ആളുകളെ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ പലരുടെ അഭിപ്രായത്തിലും നേരിട്ടല്ലാതെയും ചില അഭിപ്രായങ്ങൾ വന്നത് ഞാൻ മത്സരിക്കരുത് എന്ന അഭിപ്രായം തന്നെ കൗൺസിൽ യോഗത്തിൽ വന്നു. ഞാൻ എന്തായാലും അതിനു മുമ്പേ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തന്നെ ഏകദേശമുള്ള തീരുമാനമെടുത്തിരുന്നു, മത്സരിക്കുന്നില്ല എന്ന്. അന്നത് അവിടെ അറിയിക്കുകയും ചെയ്തു. അപ്പം അത് വാർത്തയായപ്പോഴാണ് പലരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയത്. സർവ്വസന്നാഹവും ഉപയോഗിച്ച് BJPയും തൃണമൂലും കടുത്ത പോരാട്ടം നടത്തിയ ബംഗാളിൽ ആര് വിജയം നേടുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. നിലവിൽ 77 സീറ്റുകൾ മാത്രമുള്ള BJPക്ക് തൃണമൂൽ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചാൽ മാത്രമേ എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടി അട്ടിമറി വിജയം സാധ്യമാകൂ. അതേസമയം വോട്ട് ബാങ്ക് കൈവിടില്ലെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. കനത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന തമിഴ്നാടും പുതുച്ചേരിയും അസമും തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ പരാതി ഉയർന്ന 15 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തി. സൗത്ത് 24, പർഗാനാസിലെ മഗ്രഹത് പശ്ചിം നിയമസഭാ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടത്തിയത്. ബൂത്തുകളിൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരുന്നു. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ BJP സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മറച്ച് ടേപ്പ് ഒട്ടിച്ച ബൂത്തുകളിലാണ് റീപോളിംഗ് നടന്നത്. ബംഗാളിൽ വോട്ടെണ്ണൽ മേൽനോട്ടത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി. ഹർജി സുപ്രീം കോടതി തള്ളി. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ച നടപടി നിയമവിരുദ്ധമല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. തൃണമൂലിന്റെ ഉൾപ്പെടെ കൗണ്ടിംഗ് ഏജന്റുമാർ ഓരോ ടേബിളിലും ഉണ്ടാകുമല്ലോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാർ തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന വാദവും സുപ്രീം കോടതി തള്ളി. പത്തനംതിട്ട മണിയാർ ജലവൈദ്യുത പദ്ധതി ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് KSEB താൽക്കാലികമായി പിന്മാറുന്നു. ഉപസമിതി റിപ്പോർട്ട് വരും മുമ്പ് നടപടി പാടില്ലെന്ന വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. ഇതോടെ കാർബോറാണ്ടം കമ്പനിയുമായുള്ള ഏറ്റെടുക്കൽ തർക്കത്തിൽ സർക്കാർ പിന്നോട്ടു പോയി. പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് സർക്കാർ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. പദ്ധതിയുടെ കരാർ കാലാവധി കഴിഞ്ഞതോടെ അത് തിരികെ ഏറ്റെടുക്കാൻ KSEB കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ഉത്തരവ് നടപ്പാക്കാൻ സ്ഥലത്തെത്തിയ KSEB ഉദ്യോഗസ്ഥരെ കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനി അധികൃതർ തടയുന്ന സ്ഥിതിയും ഉണ്ടായി. ഉത്തരവനുസരിച്ച് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ KSEB ഒരുങ്ങുന്നതിനിടെയാണ് വ്യവസായ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ KSEBയുടെ നടപടിയെ വ്യവസായ മന്ത്രി P. രാജീവ് രൂക്ഷമായി വിമർശിച്ചു. പദ്ധതി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് എടുത്തുചാടി നടപടി സ്വീകരിച്ചത് ശരിയല്ലെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട്. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിന് പിന്നാലെ ഏറ്റെടുക്കൽ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ ചീഫ് സെക്രട്ടറി KSEB MDക്ക് കർശന നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവ് പത്തനംതിട്ട കലക്ടർക്കുൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കാർബോറാണ്ടം കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെയാണ് സർക്കാർ ഈ പിന്മാറ്റം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നിയമപരമായ വശങ്ങളും സമിതി റിപ്പോർട്ടും പരിഗണിച്ച ശേഷം മാത്രമേ മണിയാർ പദ്ധതിയുടെ കാര്യത്തിൽ ഇനി സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കൂ. താൽക്കാലികമായി പദ്ധതി കാർബോറാണ്ടം കമ്പനിയുടെ കൈവശം തന്നെ തുടരും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇന്ന് മുതൽ വേനൽ മഴ ശക്തമാകും. എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഈ മണിക്കൂറുകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ വനപാതയിൽ വാച്ചിമരം ആനക്കല്ലിന് സമീപം മരം കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. മരം വീണതിനെ തുടർന്ന് പാതയോരത്തെ വൈദ്യുത പോസ്റ്റുകൾ തകരുകയും ചെയ്തു. റോഡിന് കുറുകെ വീണ മരം കാരണം അന്തർസംസ്ഥാന പാതയിൽ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മലക്കപ്പാറ ഭാഗത്തു നിന്നുള്ള KSRTC ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും വനപാതയിൽ കുടുങ്ങി. കൊല്ലത്ത് പണം മോഷ്ടിച്ചു എന്നാരോപിച്ച് ബോർഡിംഗ് സ്കൂളിൽ 6ാം ക്ലാസ്സുകാരനെ തല കീഴായി കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. പുനലൂരിലെ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലെ പാചകക്കാരനും വാർഡനും എതിരെയാണ് പരാതി. സംഭവത്തിൽ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് AISF സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി.
പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലെ പാചകക്കാരനായ ലൈജുവിന്റെ 500 രൂപ മോഷ്ടിച്ചതായി ആരോപിച്ചാണ് അവിടുത്തെ അന്തേവാസികളായ 3 കുട്ടികളെ ഇയാൾ ചോദ്യം ചെയ്തത്. ഒരു കുട്ടിയുടെ കാലിൽ കയർകെട്ടി തലകീഴായിട്ട് മർദ്ദിക്കാൻ ശ്രമിച്ചതാണ് പരാതി. സംഭവത്തിന് പിന്നാലെ വാർഡൻ കുട്ടിയെ രക്ഷിതാവിനൊപ്പം വീട്ടിൽ പറഞ്ഞുവിട്ടു. വീട്ടിലെത്തിയ കുട്ടിയാണ് സംഭവം രക്ഷിതാവിനോട് പറഞ്ഞത്. തുടർന്ന് പുനലൂർ പോലീസിൽ കുടുംബം പരാതി നൽകുകയായിരുന്നു. മകനെ കാലിൽ കയർകെട്ടി ഫാനിന്റെ ഹൂക്കിൽ തൂക്കിയിട്ടെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുണ്ടെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. വിഷമിച്ചിരിക്കണമെന്നോട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ചാച്ചാ ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു, അവിടെ പാചകത്തിന് ഇരിക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി, അത് എൻ്റെ ഇളയ മോനെ എടുത്തത്, ക്ലീറ്റസ് എന്നായിരുന്നു അവൻ്റെ പേര്, അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലിൽ കയറ് കെട്ടി ഫാനിൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു നീ സത്യം വരാതാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല, അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടു നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു. എന്നാൽ കുട്ടിയുടെ കാലിൽ പാചകക്കാരൻ കയർ കെട്ടുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും സ്ഥാപനം നടത്തിപ്പുകാരൻ പ്രിൻസ് പറഞ്ഞു. മദ്യപാനം മൂലം ഇയാളെ ജോലിയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയിരുന്നുവെന്നുമാണ് സംഭവത്തിൽ സ്ഥാപന നടത്തിപ്പുകാരുടെ വിശദീകരണം. ഈ പിള്ളേരെ വിളിച്ച് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടിയെന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. കൂടെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. പുനലൂർ പോലീസ് വാർഡനെയും പാചക തൊഴിലാളിയായ ലൈജുവിനെയും അറസ്റ്റ് ചെയ്തു. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പാവപ്പെട്ട കുട്ടികളെ പഠനത്തിനായി താമസിപ്പിക്കുന്ന ലിവിംഗ് വാട്ടർ ഒരു ചാരിറ്റി സ്ഥാപനമാണ്. ഇവർക്ക് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് AASF പ്രവർത്തകർ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. അമൃത ന്യൂസ്, കൊല്ലം. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിച്ച സർക്കാർ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുമെന്നും മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെന്നും സർക്കാർ അറിയിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭായോഗത്തിലായിരുന്നു തീരുമാനം. അപകടത്തിൽ മരിച്ച അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് എന്നിവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 12ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എമർജൻസി അലേർട്ട് സംവിധാനം പരീക്ഷിച്ച് ഇന്ത്യ. പ്രകൃതി ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അതിവേഗം മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കലാണ് ലക്ഷ്യം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സംയുക്തമായാണ് ഈ പരീക്ഷണം നടത്തുന്നത്. സാധാരണ SMS-ൽ നിന്ന് വ്യത്യസ്തമായി സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതാണ് പുതിയ സംവിധാനം. രാജ്യത്ത് സജേത് അടിയന്തര മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നു. രാജ്യവ്യാപകമായി മൊബൈൽ ബ്രോഡ്കാസ്റ്റ് അലർട്ട് സിസ്റ്റം പരീക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോടിക്കണക്കിന് മൊബൈലുകളിൽ ഒരേ സമയം അലർട്ടുകൾ ലഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ചേർന്നാണ് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഓരോ ഫോൺ നമ്പറിലേക്കും സന്ദേശങ്ങൾ ഒന്നൊന്നായി അയക്കുന്നതിന് പകരം ടെലികോം ടവറുകൾക്ക് പ്രദേശത്തെ എല്ലാ ഫോണുകളിലേക്കും ഒരേ മുന്നറിയിപ്പ് സന്ദേശം കൈമാറാൻ കഴിയും. ഭൂകമ്പം, പ്രളയം, ചുഴലിക്കാറ്റുകൾ, മിന്നൽ, ഗ്യാസ് ചോർച്ച, മറ്റപകടങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് വളരെ പ്രയോജനപ്പെടുന്നു. ഫോണിൽ സിം ഇല്ലെങ്കിലും സന്ദേശം ലഭിക്കും. ഉച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടിയാണ് പരീക്ഷണ സന്ദേശങ്ങൾ ലഭിക്കുക. ഇന്ന് നടത്തിയ പരീക്ഷണത്തിൽ ഇന്ത്യ തദ്ദേശീയമായി ദുരന്ത മുന്നറിയിപ്പ് സേവനം ആരംഭിച്ചതായും പൊതുജനങ്ങളിൽ നിന്നും യാതൊരു നടപടിയും ആവശ്യമില്ല എന്നും ഉപയോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. പല ഫോണുകളിലും അലാറം മുഴങ്ങുകയും ഫോൺ സൈലന്റ് മോഡിലായിരുന്നിട്ടും സ്ക്രീനിൽ സന്ദേശം വ്യക്തമായി കാണുകയും ചെയ്തു. സാധാരണ SMS സന്ദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ ആണെങ്കിൽ പോലും ഈ മുന്നറിയിപ്പ് എത്തുമ്പോൾ ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കുകയും സ്ക്രീനിൽ സന്ദേശം തെളിയുകയും ചെയ്യും. ഇംഗ്ലീഷിനു പുറമെ 19-ലേറെ ഇന്ത്യൻ ഭാഷകളിൽ ഈ സന്ദേശങ്ങൾ ലഭ്യമാണ്. വിവിധ ടെലികോം സേവനദാതാക്കളുടെ നെറ്റ്വർക്കുകൾ ഒരേ സമയം പരിശോധിച്ച് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുകയാണ് ഇന്നത്തെ പരീക്ഷണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചതോടെ ഹോട്ടൽ വ്യവസായ മേഖല കനത്ത പ്രതിസന്ധിയിൽ. പല ഹോട്ടലുകളും പൂട്ടൽ ഭീഷണിയിലാണ്. 6-ാം തീയതി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം.
ഇരുട്ടടി പോലെയാണ് പാചകവാതകത്തിന്റെ വില വർധന സർക്കാർ നടപ്പിലാക്കിയത്. ഒറ്റയടിക്ക് ഉയർത്തിയത് 993 രൂപ. ഈ 1000 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപ മാത്രമല്ല കൂട്ടിയിരിക്കുന്നത്. ഒരു 4 മാസത്തിനിടയിലായിട്ട് ഏകദേശം 1500 രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഭക്ഷണ സാധനങ്ങളുടെ വില ഉയർത്തിയാലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നു. ഒരു ചായക്ക് 2-3 രൂപ കൂട്ടാം, മറ്റുള്ള ഐറ്റങ്ങൾക്ക് 5-6 രൂപ കൂട്ടാം. എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് ഒരു ഷോപ്പിൽ 2 സിലിണ്ടറെങ്കിലും വേണം. 2000-3000 രൂപ അധിക ചെലവ് വരികയാണ്. എൻ്റെ ഹോട്ടലിൽ പകുതി ഐറ്റങ്ങളില്ല, ചപ്പാത്തി പോലും ഇല്ല. കാര്യം ചപ്പാത്തി വേണമെങ്കിൽ ഡബിൾ ഗ്യാസ് വേണം, അങ്ങനെ മട്ടൺ വേണമെങ്കിൽ അതിന് ഡബിൾ. അതെല്ലാം ഞാൻ നിർത്തൽ ചെയ്തിരിക്കുകയാണ്. കുറച്ച് മെനുവിൽ പകുതിയോളം ഐറ്റങ്ങൾ ഉണ്ട്, വളരെ എളുപ്പമുള്ള ഐറ്റങ്ങൾ മാത്രമേ ഇപ്പം പാചകം ചെയ്ത് കിട്ടുന്നുള്ളൂ. കാര്യം അത്ര ബുദ്ധിമുട്ടാണ്. 2 സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ 6500-7000 രൂപ പോവുകയാണ്. ഞങ്ങളുടെ കച്ചവടത്തിന്റെ പകുതി ഭാഗം പോവുകയാണ്. പശ്ചിമേഷ്യ സംഘർഷം പാചകവാതക ലഭ്യതയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിസന്ധി. ഈ ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നത് പോലെ തന്നെയുള്ള തീരുമാനം ആ നിലയ്ക്ക് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിയതോടെ ജോലിക്കാരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. 6-ാം തീയതി കടയടച്ചു നടത്തുന്ന സൂചനാ സമരത്തിൽ അധികൃതർ അനുകൂല നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹോട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ സബ്സിഡി നൽകണമെന്ന് ഹോട്ടൽ ഉടമകൾ പ്രതിഷേധം ശക്തമാക്കും. 6-ാം തീയതി വൈകുന്നേരം പന്തം കൊളുത്തി പ്രകടനം നടക്കും. പ്രതിഷേധങ്ങളുടെ ഭാഗമായി 8-ാം തീയതി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ സംഗമവും നടത്തും. അതേസമയം സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിനില്ലെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. എന്നാൽ സബ്സിഡി നൽകണമെന്ന ആവശ്യം തന്നെയാണ് ഇവരും മുന്നോട്ട് വെക്കുന്നത്. ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് സമിതിയും ഇന്ന് രാജ്യത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഇത്തരം ഒരു പ്രശ്നം രൂക്ഷമാകുമ്പോൾ സബ്സിഡി പൂർണ്ണമായും നൽകിക്കൊണ്ട് ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള സമീപനമായിരുന്നു നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി കാരണം രാജ്യത്ത് ഗ്യാസ് വില വർധന ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണുണ്ടായതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. LPG മേഖല പകുതിയിലേറെയും ഇറക്കുമതിയായാണ് ആശ്രയിക്കുന്നത്. കമ്പനികളും നഷ്ടം നേരിട്ടു. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലും ഗാർഹിക പാചകവാതകം, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്റർനാഷണൽ പ്രോബ്ലം ആൻഡ് മോർ ദാൻ 50% ഓഫ് അവർ LPG dependency is there on import, and because of that only at present we are with all difficulties. Modi government has maintained the price of the petrol, diesel and domestic LPG as it is, and even LNG, that is the natural piped natural gas. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ നിർണായക മൊഴി പുറത്ത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മറ്റ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചതായി പങ്കജ് ഭണ്ഡാരി SITക്ക് മൊഴി നൽകി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്ഷേത്രങ്ങളിൽ SIT അന്വേഷണം ആരംഭിച്ചു. സ്വർണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി SITക്ക് നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തുവന്നത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മറ്റു ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് ഉപയോഗിച്ചു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചു. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശുന്ന ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസ് ഏറ്റെടുത്തിരുന്നു. ശബരിമലയിലെ സ്വർണം ഈ ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശാനും മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. അതിനാൽ അന്യസംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പരിശോധന നടത്തി സ്വർണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം മറ്റ് ക്ഷേത്രങ്ങളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിൽ കണ്ടെത്താനാകും. പങ്കജ് ഭണ്ഡാരിയുടെ പുതിയ വെളിപ്പെടുത്തലിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മൈസൂരിലെ ഹോസ്റ്റലുകളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരം വിതരണം ചെയ്ത സംഭവത്തിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ലൈസൻസ് റദ്ദാക്കി. മെസ് അടപ്പിച്ചു. കുട്ടികൾക്ക് പകരം ഭക്ഷണം ഏർപ്പെടുത്തും. മെസ്സിലെ സാമ്പിളുകൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫലം വന്ന ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും കർണാടക ആരോഗ്യമന്ത്രി അറിയിച്ചു. മൈസൂരുവിലെ 5 കോളേജുകളിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് ഭക്ഷണം എത്തിക്കുന്നത്. കോഴിക്കറിയിൽ നിന്ന് തൂവലും ചോരയും, ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കും, ചോറിൽ നിന്ന് പാറ്റിയയും കിട്ടിയതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. ഫ്ളാറ്റിൽ താമസിച്ച് പണം നൽകാതെ മുങ്ങിയ കേസിൽ ഇന്ത്യൻ കാത്തലിക് ഫോറം മുൻ നേതാവ് ബിനു പഴയച്ചിറയ്ക്ക് 1 വർഷം തടവ്. കോട്ടയം വടവാതൂരിലെ അബാദ് ന്യൂ ഡേൽ ഫ്ളാറ്റിൽ 15 ദിവസം താമസിച്ച ശേഷം വാടക കൊടുക്കാതെ മുങ്ങിയ കേസിലാണ് ബിനു ചാക്കോ എന്ന ബിനു പഴയച്ചിറയ്ക്ക് കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. 1 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. വടവാതൂർ സ്വദേശി ജിനു മാത്തുവിന്റെ പരാതിയിൽ 2017 മണർക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മജിസ്ട്രേറ്റ് അനന്തകൃഷ്ണൻ എസ് ശിക്ഷ വിധിച്ചത്. അതിരടി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ നടന്ന ആഘോഷ പരിപാടിയിൽ കടലിൽ ബോട്ടിൽ വെച്ച് വെടിക്കെട്ട് നടത്തിയത് വിവാദമാകുന്നു. കോസ്റ്റൽ പോലീസിന്റെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ അനുമതിയില്ലാതെയാണ് കടലിൽ വെടിക്കെട്ട് നടത്തിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പരിപാടി നടത്തിയതെന്നും ആക്ഷേപമുണ്ട്. ടൊവിനോ തോമസ് നായകനാകുന്ന അതിരടി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ ഓപ്പൺ സ്റ്റേജിൽ ഇന്നലെ രാത്രിയാണ് അതിരടി ഫെസ്റ്റ് എന്ന പേരിൽ ആഘോഷ പരിപാടി ഒരുക്കിയത്. പരിപാടിക്കൊപ്പം കടലിൽ 4-ലേറെ ബോട്ടുകളിൽ വെച്ചാണ് കളർ വെടിക്കെട്ട് നടത്തിയത്. ചൈനീസ് ഷോട്ട്സ് ആണ് പൊട്ടിച്ചത്. സംഭവം വീഡിയോകളിലൂടെ പുറത്തായതിന് പിന്നാലെയാണ് കടലിൽ വെടിക്കെട്ട് നടത്താൻ ആര് അനുമതി നൽകിയെന്ന ചോദ്യമുയർന്നത്. കടലിൽ വെച്ച് സ്ഫോടന വസ്തുക്കൾ ഉപയോഗിക്കാൻ അനുവാദമില്ല. കോസ്റ്റൽ പോലീസോ ജില്ലാ ഭരണകൂടമോ സംഭവം അറിഞ്ഞിരുന്നില്ല. പെർമിഷൻ നൽകിയതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാത്രമാണ് പോലീസ് വരെ വിവരം അന്വേഷിച്ചത്. ഇവന്റ് മാനേജ്മെന്റിന്റെ പരീക്ഷണമായിരുന്നു വെടിക്കെട്ടെന്നാണ് വിവരം. അതേസമയം പരിപാടിക്കെതിരെ വ്യാപക പരാതികളാണ് ഉയർന്നത്. ബാരിക്കേഡ് തകർത്ത് യുവാക്കൾ സ്റ്റേജിന് സമീപം ഓടിക്കയറിയതും നിരവധി പേർ കുഴഞ്ഞു വീണതായും പരാതിയുണ്ടായിരുന്നു. പരിപാടി നടക്കുന്നതിനിടെ ചെറിയ കുട്ടികളെ തിരക്കിൽ കാണാതായിരുന്നു. സ്റ്റേജിൽ അനൗൺസ്മെന്റ് നടത്തിയാണ് ഇവരെ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ബിലാത്തിക്കുളത്ത് പ്രസവരക്ഷാ പരിചരണ കേന്ദ്രത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട ജീവനക്കാർ ചികിത്സയിലുള്ള സ്ത്രീകളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ പുറത്തെത്തിക്കുകയായിരുന്നു. AC-യിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. ഇരിട്ടി കിളിയന്തറയിൽ വൻ തീപിടുത്തം. പുതുശ്ശേരി മാത്തുവിന്റെ പുകപ്പുരയ്ക്കാണ് തീപിടിച്ചത്. ഇരിട്ടിയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഏറെ നേരം പരിശ്രമിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. കോഴിക്കോട് ബിലാത്തിക്കുളത്ത് പ്രസവരക്ഷാ പരിചരണ കേന്ദ്രത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട ജീവനക്കാർ ചികിത്സയിലുള്ള സ്ത്രീകളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ പുറത്തെത്തിക്കുകയായിരുന്നു. AC-യിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. രാവിലെ 6:45 ബിലാത്തികുളത്തെ പ്രസവരക്ഷാ പരിചരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത്. സംഭവ സമയം ചികിത്സയ്ക്കെത്തിയ 17-ലേറെ പേർ കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു. 4-നില കെട്ടിടത്തിന്റെ താഴെ നിലയിൽ നിന്നും തീ ഉയരുന്നത് കണ്ട ജീവനക്കാരാണ് എല്ലാവരെയും പുറത്തെത്തിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. കെട്ടിടത്തിന്റെ താഴെ നില പൂർണ്ണമായി കത്തിനശിച്ചു. മുൻവശത്ത് നിർത്തിയിട്ട ബൈക്കും നശിച്ചിട്ടുണ്ട്. AC-യിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ നിഗമനം. അമൃത ന്യൂസ്, കോഴിക്കോട്. 4 വയസ്സ് പൂർത്തിയാക്കും മുമ്പ് വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന് റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയുണ്ട് കോട്ടയത്ത്.
ചിങ്ങവനത്ത് താമസിക്കുന്ന കൊട്ടാരക്കര സ്വദേശി കൃഷ്ണകുമാറിന്റെയും ക്രിസ്റ്റീനയുടെയും മകൾ എസ്തറാണ് ആ നേട്ടത്തിനുടമ. 2.5 വയസ്സുള്ളപ്പോഴാണ് എസ്തർ നീന്തൽ പരിശീലിച്ചു തുടങ്ങിയത്. വേമ്പനാട്ട് കായലിൽ 5.5 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ 22 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടാണ് എസ്തർ എന്ന ചിന്നു നീന്തിക്കടന്നത്. ഇത്രയും ദൂരം ഈ സമയത്തിനുള്ളിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന റെക്കോർഡാണ് എസ്തർ സ്വന്തം പേരിലാക്കിയത്. ഇതിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉൾപ്പെടെ വിവിധ ബഹുമതികൾക്ക് ഈ കൊച്ചുമിടുക്കി അർഹയായി. ഞങ്ങൾക്കൊരു സുഹൃത്തുണ്ട്, മുഹമ്മദ് ഷെബിൻ എന്നാണ് പേര്. അദ്ദേഹം പോലീസിലാണ്, സ്ക്യൂബ ഡൈവറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു അമ്പലക്കുളമുണ്ട്. അപ്പോൾ അവിടെ പോയി നീന്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ മീനച്ചിലാറിൻ്റെ തന്നെ പേരൂർ തൂക്കുപാലം ഉണ്ടല്ലോ, തൂക്കുപാലത്തിൻ്റെ അവിടെ കടവിലൊക്കെ ഞങ്ങൾ പോയി പിള്ളേരെ എല്ലാം വെള്ളത്തിലാക്കുന്ന കൂട്ടത്തിൽ ഇവളെയും വെള്ളത്തിലൊക്കെ ഇറക്കി. അങ്ങനെ പേടി എന്ന് പറയുന്ന അവൾക്കില്ലായിരുന്നു. മുൻപ് അഷ്ടമുടിക്കായൽ 2.5 കിലോമീറ്റർ ദൂരം നീന്തി കടന്നിട്ടുണ്ട് എസ്തർ. 2.5 വയസ്സുള്ളപ്പോൾ കോട്ടയം താഴത്തങ്ങാടിയിലെ JRS സ്വിമ്മിംഗ് അക്കാദമിയിലെ പരിശീലകനായ അബ്ദുൽ കലാം ആസാദിന് കീഴിലാണ് എസ്തർ നീന്തലിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ഹൈപ്പർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൊണ്ട് ചേർത്തതാണ്. പിന്നെ അത് കൂടുതൽ നേട്ടങ്ങളിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഇവിടെ അഷ്ടമുടിയിലും വൈക്കം കായലും വേമ്പനാട്ട് ടു വൈക്കം 5.5 കിലോമീറ്റർ നീന്താനൊക്കെ ഇടയായി. നീന്തൽ പഠിക്കാൻ അയക്കുമ്പോൾ മകൾ റെക്കോർഡ് സ്വന്തമാക്കുമെന്ന ചിന്ത കൃഷ്ണകുമാറിനും ക്രിസ്റ്റീനയ്ക്കും ഇല്ലായിരുന്നു. എന്നാൽ ഇനി കൂടുതൽ പരിശീലനം നൽകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അതേസമയം ഭാവിയെക്കുറിച്ച് എസ്തർ എന്ന ചിന്നുവിന് ചില കാഴ്ചപ്പാടുകളൊക്കെയുണ്ട്. ഏതായാലും ഇനിയും നീന്തൽ തുടരണം എന്ന ആഗ്രഹം ചിന്നുവിനും മാതാപിതാക്കൾക്കും ഉണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. വനിതാ സംവരണ ബില്ലിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉടൻ ആരംഭിക്കുമെന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ അപലപിക്കുന്നു. സത്യത്തിന്റെ കണിക പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിലില്ലെന്നും ആനി രാജ പറഞ്ഞു. അതേസമയം കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ആവശ്യമാണെന്നും ഇടതുപക്ഷം ഉൾപ്പെടെ അതേക്കുറിച്ച് ചിന്തിക്കണമെന്നും ആനി രാജ വ്യക്തമാക്കി. മുക്കം നഗരസഭ ജീവനക്കാരിയെ കടിച്ച് പരിക്കേൽപ്പിച്ച് യുവതി. വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെത്തിയപ്പോഴാണ് യുവതി ജീവനക്കാരിയെ ആക്രമിച്ചത്. അതേസമയം യുവതിയുടെ ബന്ധുക്കൾ നഗരസഭാ ഓഫീസിലെത്തി ഭീഷണി മുഴക്കിയതായും പരാതിയുണ്ട്.